കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 10-ാം വാക്യം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചിന്ത വരും, ഒരു കണ്ടീഷൻഡ് ലവ് ആണോ ഇത്? ദൈവസ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനെയല്ലല്ലോ കേട്ടത്. ഒരു കണ്ടീഷനും ഇല്ലാതെ സ്നേഹിക്കുന്നു എന്നല്ലേ? അപ്പോൾ ഈ കണ്ടീഷൻ പറഞ്ഞ എന്താണ്? സത്യമാണ്. ദൈവസ്നേഹം ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കണ്ടീഷൻ പറഞ്ഞതിൻ്റെ കാരണം, യഥാർത്ഥ സ്നേഹത്തിന് ഒരു കണ്ടീഷനുണ്ട്. യേശു കർത്താവ് പറഞ്ഞു, മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അത് നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ഇതാണ് പ്രവാചകന്മാരും നിയമവും. അപ്പോൾ അത് പഴയ നിയമമാണ് നമുക്ക് പറയാം. അപ്പം നമ്മൾ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം നോക്കിക്കേ. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ സ്നേഹിക്കണോ അനുസരിക്കണോ? നമ്മുടെ ഭാര്യ നമ്മളെ സ്നേഹിക്കണോ ബഹുമാനിക്കണോ? നമ്മുടെ അയൽക്കാരൻ നമ്മളെ അവിടെ സഹകരിച്ച് നന്നായിട്ട് പോകണോ അതോ നമ്മളെ ചതിക്കണോ? അപ്പോൾ ഒരു കണ്ടീഷൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. സ്നേഹത്തിന്, യഥാർത്ഥ സ്നേഹത്തിൽ ഒരു നിയമമുണ്ട്. ആ നിയമം നല്ലതിന് വേണ്ടിയാണ്. ആ പേര് തന്നെയാണ്, സ്നേഹത്തിൻ്റെ നിയമമാണ്. രണ്ടാമത്, യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ ലേഖനങ്ങളിലൂടെ പറയപ്പെടുന്ന കൽപ്പന ഏതാണ്? പല പ്രാവശ്യം പറഞ്ഞിരിക്കുകയാണ് പരിശുദ്ധാത്മാവ്. നിങ്ങൾ കേട്ട വചനം തന്നെ. എന്താണത്? നിൻ്റെ സഹോദരനെ സ്നേഹിക്കുക, നിൻ്റെ സഹോദരനെ സ്നേഹിക്കുക. ഈ ഒരൊറ്റ കൽപ്പനയേ ഉള്ളൂ. യാക്കോബ് അത് കൺഫേം ചെയ്യുന്നു. കൂട്ടുകാരൻ നിന്നെപ്പോലെ സ്നേഹിക്കണം എന്നുള്ള രാജകീയ ന്യായപ്രമാണം. അപ്പോൾ അത് ന്യായമല്ലേ? ആ സ്നേഹത്തിൻ്റെ പ്രമാണം ന്യായമല്ലേ? ന്യായമാണ്. പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകത്തിൽ മോശ എഴുതിയ പാട്ടിൽ നമ്മൾ കാണുന്നു, യഹോവ സീനായിൽ നിന്ന് വന്നു, അവർക്ക് സേയിരിൽ നിന്ന് ഉദിച്ചു, പാറാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി, ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു. അവർക്ക് വേണ്ടി അഗ്നിമയമായൊരു പ്രമാണം അവൻ്റെ വലം കയ്യിലുണ്ടായിരുന്നു. അതെ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു. അപ്പോൾ ജനത്തെ സ്നേഹിക്കുന്ന കൊണ്ട് അവൻ കൊണ്ടുവന്ന എന്താണ്? അഗ്നിമയമായൊരു പ്രമാണം. ആത്മീയ വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ നമുക്ക് പ്രമാണം ഒരു ഭാരമായിട്ട് തോന്നും. പക്ഷേ ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് പ്രമാണം തന്നത്. അപ്പോൾ അതിനേക്കാൾ എത്രയോ ഉത്കൃഷ്ടമായതാണ് ഇവിടെ സ്നേഹത്തിൻ്റെ പ്രമാണം. അവിടെ തന്ന വാഗ്ദത്തം ശ്രദ്ധിച്ചേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ നിൽക്കാം, ദൈവം കൊടുക്കുന്ന മഴയും വെയിലും അനുഭവിച്ച് ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു പോകാം. പക്ഷെ ഇവിടെ തരുന്ന വാഗ്ദത്തം ശ്രദ്ധിച്ച്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചു അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. വാഗ്ദത്തങ്ങൾ സ്നേഹത്തിൻ്റെ പ്രമാണത്തിലാണ്. മുടിയൻ പുത്രൻ അപ്പനെ വിട്ടു പോയി, അപ്പൻ പുറകെ പോയില്ലല്ലോ. കാണാതെ പോയ ആടിനെ തിരക്കി പോകാം, കാണാതെ പോയ ദ്രഹ്മ അന്വേഷിക്കാം. പക്ഷേ ദൈവസ്നേഹം അറിഞ്ഞവൻ, ദൈവകൃപ പ്രാപിച്ചവൻ, പുത്രത്വം പ്രാപിച്ചവൻ, അവൻ മടങ്ങിപ്പോയാൽ അവൻ തിരിച്ചു വരണം. അവന് സുബോധമുണ്ടാകണം. ഏത് സുബോധമാണ് ഉണ്ടാകേണ്ടത്? എൻ്റെ അപ്പനും ഞാനുമായിട്ടൊരു സ്നേഹത്തിൻ്റെ പ്രമാണമുണ്ട്. അതെൻ്റെ നന്മയ്ക്കാണ്, തിന്മയ്ക്കല്ല. 1 കൊറിന്ത്യസ് 13 വരുമ്പോൾ സ്നേഹത്തെ നമ്മൾ കാണുന്നത് ഒരു ഇമോഷണൽ കാര്യമായിട്ടല്ല, ഒരു വൈകാരികമായ കാര്യമായിട്ടല്ല, മറിച്ച് സ്വഭാവമായിട്ടാണ് കാണുന്നത്. സ്നേഹത്തിൻ്റെ സ്വഭാവം ഇവിടെ കാണിച്ചിരിക്കുന്നു. കോപിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, അസൂയപ്പെടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ്റെ ലേഖനത്തിൽ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് നമ്മളോട് പറയുന്നു. കൂട്ടുകാരനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. നമ്മൾ വാക്കുകൊണ്ടും സംസാരത്തിലൊന്നും അല്ല. നിൻ്റെ സഹോദരൻ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ട് നിൻ്റെ പേഴ്സ് തുറക്കാൻ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ, നിൻ്റെ ദ്രവ്യം കൊടുത്ത് അവനെ സഹായിക്കാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ, ആ സ്നേഹം സത്യമല്ല. അപ്പോൾ സ്നേഹത്തിൻ്റെ പ്രവൃത്തി അവിടെ നമ്മൾ കാണും. ഹല്ലേലൂയ. ഇത് എങ്ങോട്ടാണ് ഒരു മനുഷ്യനെ കൊണ്ടുപോകുന്നത്? ദൈവസ്നേഹത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? സൂര്യൻ പകലിനെ വാഴുന്ന പോലെ, ചന്ദ്രൻ രാത്രി വാഴുന്ന പോലെ, നീ ആയിരിക്കുന്ന സകല മേഖലകളിലും സ്നേഹം നിനക്ക് നന്മ ചെയ്യും, നിനക്ക് ഗുണം തരും. എല്ലാം ഉണ്ടായിട്ടും ഭക്ഷണത്തോട്
വെറുപ്പ് തോന്നുന്ന, അതായത് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ നിനക്കിഷ്ടമില്ല എന്ന് പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് നിന്റെ യൗവനത്തിൽ കർത്താവിനെ സ്നേഹിക്കുക, അന്വേഷിക്കുക എന്ന് പറയുന്നത് പോലെ ഈ ദൈവസ്നേഹത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം തിരിച്ചറിഞ്ഞ് നമുക്ക് വേണ്ട എല്ലാം കിട്ടി, പിശാചിൻ്റെ എല്ലാം കിട്ടി, ലോകത്തിൻ്റെ എല്ലാം മേടിച്ചു, ഈ ദൈവസ്നേഹത്തിൽ നിന്ന് അന്യപ്പെട്ടാൽ വളരെ ദുഃഖകരമായ ഒരു അന്ത്യമായിരിക്കും ഉണ്ടാകുന്നത്. നമുക്കത് വേണ്ട. നമുക്ക് ആരംഭത്തേക്കാൾ നല്ലൊരവസാനം സ്വർഗം വെച്ചിരിക്കുന്നു, കൽപ്പിച്ചിരിക്കുന്നു. നമുക്ക് സ്നേഹത്തിൽ മുതിർന്നു വരാം. മുന്തിരിവള്ളിയുടെ ശാഖകളാണ് നമ്മൾ. പറ്റിപ്പോകാത്ത ഉറവയുള്ള തായ്തടിയിൽ കൂടെ ദൈവജീവൻ ഒഴുകുന്ന ആ മുന്തിരിവള്ളിയോടെ ചേർന്ന് നിൽക്കുന്ന ദൈവജീവനാൽ പകരപ്പെട്ടിരിക്കുന്ന ശാഖകളാണ് നമ്മൾ. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഭൂമിക്ക് അനുഗ്രഹമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.